ഹലോ, നമസ്കാരം. എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കും ഞാനും നിങ്ങളും നമ്മുടെ കഥകളും. അല്ലേ, നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാറ്റിൽ പരന്ന സുഗന്ധം എന്ന നോവലിൻ്റെ 30ാമത്തെ അധ്യായമാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നോവലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നോവലിലേക്ക് പോയാലോ? ഈ സമയത്ത് എവിടെ ചെന്നാലും തിരക്കായിരിക്കും. അയാൾ ഒരു നിമിഷം ചിന്തിച്ചു. പിന്നെ പറഞ്ഞു, കയറ്. അവൾ ബൈക്കിൻ്റെ പിന്നിൽ കയറിയിരുന്നു. വണ്ടി അല്പം ഓടി. മെഡിക്കൽ കോളേജിൻ്റെ ഗേറ്റ് കടന്ന് മെയിൻ റോഡിലേക്ക് ഇറങ്ങി. പിന്നെ അല്പദൂരം കൂടി ചെന്നിട്ട് ഒരു ഇടറോഡിലൂടെ പ്രവേശിച്ചു. ഒടുവിൽ ഒരു ഹോട്ടലിന് മുന്നിൽ ചെന്നു. ഇവിടെ മീൽസ് കിട്ടില്ല, വേറെ എന്തെങ്കിലും മതിയോ? വണ്ടിയിൽ നിന്ന് ഇറങ്ങാതെ സൂരജ് ചോദിച്ചു. മതി, ചോറുണ്ണാനല്ലല്ലോ സൂരജ് വരാൻ പറഞ്ഞത്. നമുക്ക് സംസാരിക്കണം. അതിനൊരു ഐസ്ക്രീം ആയാലും മതി. എങ്കിൽ ഇറങ്ങിക്കോളൂ. അവൾ ബൈക്കിൽ നിന്ന് ഇറങ്ങി. മെയിൻ റോഡിൽ നിന്നും അല്പം ഉള്ളിലായിരുന്നതുകൊണ്ട് ആ ഹോട്ടലിൽ റെസ്റ്റോറൻറ്റ് അധികം തിരക്കുണ്ടായിരുന്നില്ല. രണ്ടുപേർക്കും മാത്രമായിട്ടൊരു ടേബിൾ കിട്ടി. ചപ്പാത്തി, ഫ്രൈഡ് റൈസ്, ബിരിയാണി. വെയിറ്റ് പറഞ്ഞു. ഒരു വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്, ഒരു ചില്ലി ചിക്കൻ. ഖാദയാണ് ഓർഡർ കൊടുത്തത്. വെയിറ്റർ പോയി. ഒരെണ്ണം മതിയല്ലോ, നമുക്ക് ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ അധികം വരും. എന്തിനാ വെറുതെ ഫുഡ് വേസ്റ്റ് ആക്കുന്നത്? അവൾ പറഞ്ഞു. ശരിയാണെന്ന അർത്ഥത്തിൽ സൂരജ് തലകുലുക്കി. എന്താണ് മനസ്സിനെ അനട്ടുന്നതെന്ന് നേരെ അങ്ങ് ചോദിച്ചാൽ ശരിയായ മറുപടി കിട്ടില്ലെന്ന് അവൾക്കറിയായിരുന്നു. സംസാരിച്ച് പറയിക്കണം. സേതുവങ്ങൾ വന്നിട്ട് നിങ്ങൾ തമ്മിൽ കണ്ടോ? സാധാരണ മട്ടിൽ അവൾ ചോദിച്ചു. ഇല്ല, കണ്ടില്ല. അതെന്താ കാണാൻ പോകാഞ്ഞത്? വിളിച്ചില്ല ഞങ്ങൾ. ഇന്ന് ഡിന്നർ കഴിക്കാൻ വിളിച്ചിട്ടുണ്ട്. ഇന്നലെ ഞങ്ങൾക്ക് ഡിന്നർ വാങ്ങിത്തന്നു. അമ്മയും ധന്യയും രോഷ്ണിയും മായച്ചേച്ചിയും ഞാനും കൂടിയാണ് പോയത്. അവൾ പറഞ്ഞു. ഇന്ന് എന്നെയും വിളിച്ചിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും മാത്രം? അല്ല, ഗോപിയങ്ങളും കാണുമെന്നാണ് പറഞ്ഞത്. ആണുങ്ങൾക്ക് മാത്രം സെക്ഷൻ. ഡ്രിങ്ക്സ് കാണുമല്ലേ? കുസൃതി ചിരിയോടെ അവൾ ചോദിച്ചു. ഞാനെന്തായാലും പോകുന്നില്ല, സൂരജ് പറഞ്ഞു. അതെന്താ? പ്രൊഫസറുമായിട്ടൊരു മീറ്റിംഗ് ഉണ്ട് 7 മണിക്ക്. അത് ഒഴിവാക്കാൻ പറ്റില്ല. സാറ് തന്ന സമയമാണ്. തീസീസ് സബ്മിറ്റ് ചെയ്തിരിക്കുമല്ലേ? ചെല്ലാതിരുന്നാൽ സാറിനത് ഇൻസൾട്ടായിട്ട് തോന്നിയെന്ന് വരും. സാറിനെ കണ്ടിട്ട് പോയാൽ മതിയല്ലോ. 8 മണിക്ക് സേതുവെങ്കിലിനെ കാണാൻ പോയാലും മതി. 8 മണിക്ക് ഫ്രീ ആകുമെന്ന് ഉറപ്പില്ല. സൂരജ് മനഃപൂർവ്വം ആ ഡിന്നർ ഒഴിവാക്കുകയാണോ എന്ന സംശയം അപ്പോഴാണ് ഉണ്ടായത്. പക്ഷെ ഒരു കാരണമില്ലാതെ തന്നെയല്ല, സേതുവെങ്കിലിനോട് ഏറ്റവും സ്നേഹവും ബഹുമാനവും ഉണ്ട് സൂരജിന്. അപ്പോൾ പിന്നെ ഗോപികൃഷ്ണൻ അങ്കിളാണോ പ്രശ്നം? വെയിറ്റർ ഫ്രൈഡ് റൈസും ചിക്കനും 2 പ്ലേറ്റുകളും കൊണ്ടുവന്ന് വെച്ചിട്ട് പോയി. ഗാഥ 2 പ്ലേറ്റുകളിലേക്കും റൈസും കറിയും വിളമ്പി. അപ്പോൾ സേതുവെങ്കിലിനെ കാണാൻ ഇന്ന് പോകുന്നില്ലേ? അവൾ ചോദിച്ചു. ഇല്ല, ചെല്ലാൻ പറ്റില്ലെന്ന് വിളിച്ചു പറഞ്ഞോ? ഞാൻ കുറച്ചു മുമ്പ് വിളിച്ചിരുന്നു പറയാൻ വേണ്ടി. പക്ഷേ അങ്കിള് മൊബൈൽ സ്വിച്ച്ഡ് ഓഫ് ആയിരുന്നു. സേതു അങ്കിള് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചതിൻ്റെ കാരണം ഗാഥയ്ക്ക് പെട്ടെന്ന് മനസ്സിലായി. പക്ഷെ അത് സൂരജിനോട് പറയാൻ പറ്റില്ലല്ലോ. അമ്മയെ വിളിച്ചാലും കിട്ടില്ല. നാളെ കഴിഞ്ഞാൽ അങ്കിള് പോകുമെന്നാണ് പറഞ്ഞത്. അതിനു മുമ്പ് കാണും. അവർ ഭക്ഷണം കഴിക്കാൻ ആരംഭിച്ചു. ഓരോരുത്തരായി പിരിഞ്ഞു പോവുകയാണ്. അതോർക്കുമ്പോൾ നല്ല വിഷമം തോന്നുന്നുണ്ട്. സൂരജിന് അത്ര ഒരു ഫീലുണ്ടോ? അയാളുടെ മനസ്സറിയാനായി അവൾ ചോദിച്ചു. ഉണ്ട്. വിരഹവും വേർപാടുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ തന്നെ ചിലപ്പോൾ പ്രതികൂലമായിട്ട് ബാധിക്കാറുണ്ട്, അയാൾ പറഞ്ഞു. അത്തരം പൊതുവായൊരു മറുപടി ആയിരുന്നില്ല അവൾക്ക് വേണ്ടിയിരുന്നത്. 2-3 ദിവസമായിട്ട് ഞാൻ സൂരജിനെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പോൾ ആ പഴയ പ്രസരിപ്പും കാണാനില്ല. ഒട്ടും പ്രസന്നമല്ല മുഖം. ചിരിക്കുന്നത് പോലും അപൂർവം. ഏതോ ഭാരം മനസ്സിലുള്ളതുപോലെ. എന്താണ് സംഭവിച്ചത്? ഒടുവിൽ അവൾക്ക് തുറന്നു ചോദിക്കേണ്ടി വന്നു. സൂരജ് അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി. എന്ത് കള്ളം പറഞ്ഞാലും അവൾക്കത് മനസ്സിലാകുമെന്ന് അയാൾക്കറിയാമായിരുന്നു. ഗാഥ പറഞ്ഞത് ശരിയാണ്. വലിയൊരു രഹസ്യത്തിൻ്റെ ഭാരം പേറുന്നുണ്ട് എൻ്റെ മനസ്സ്. പക്ഷെ ഇപ്പോഴത് വെളിപ്പെടുത്താൻ ബുദ്ധിമുട്ടുണ്ട്. ഗാഥ എന്നോട് ക്ഷമിക്കണം. പറയാൻ ഞാൻ നിർബന്ധിക്കില്ല. ഒരുപക്ഷെ എന്തെങ്കിലും സൂരജ് അത് പറയുമായിരിക്കും. അതുവരെ ഞാൻ കാത്തിരിക്കാം, അവൾ പറഞ്ഞു. അതെ, ഒരിക്കലും എനിക്കത് പറയേണ്ടി വരും. ഞാൻ അറിഞ്ഞ ഒരു സത്യം ഇതുവരെ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ്. അവൾ മൂളി. ഭക്ഷണം കഴിച്ച് അവർ എഴുന്നേറ്റു. PSC ഓഫീസിൽ പോയതിൻ്റെ വല്ല വിവരവും അറിഞ്ഞോ? അറിയാത്ത മട്ടിൽ ഗാഥ ചോദിച്ചു. ഇല്ല, പല PH സെൻ്ററുകളും വേക്കൻസി ഉണ്ട്. അതുകൊണ്ട് പോസ്റ്റിംഗ് നടക്കാൻ വൈകില്ല. ഓഫീസിലെ സാധാരണ നടപടിക്രമങ്ങളുടെ താമസം മാത്രമേ വരൂ. അവിടെ എവിടെയെങ്കിലും നിയമനമായ അമ്മയ്ക്കൊരു കൂട്ടായനല്ലേ? അമ്മയ്ക്ക് കൂട്ടിന് ഞാനല്ലേ ഉള്ളൂ. വേറെ ആരുണ്ടെങ്കിലും
വേറെ ആര്? സൂരജ് മാത്രമല്ലേ ഉള്ളൂ. അയാളൊന്ന് നെടുവീർപ്പെട്ടു. നമുക്ക് പോകാം. ഗാഥയെ വീണ്ടും ഒ പി വാർഡിൽ കൊണ്ടുവന്ന് വിട്ടിട്ടാണ് അയാൾ പോയത്. അമ്മയൊന്ന് വിളിച്ചാലോ എന്നവൾ പലതവണ ചിന്തിച്ചു. പക്ഷെ വിളിക്കാൻ മടിച്ചു. അമ്മ ഇപ്പോഴും സേതുവങ്കിളിനോടൊപ്പമാണെങ്കിലോ? അന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് അവൾ കൂട്ടുകാരികളോടൊപ്പം ഫ്ലാറ്റിൽ ചെന്നപ്പോൾ മായയാണ് വാതിൽ തുറന്നു കൊടുത്തത്. ധന്യയും രോഷ്ണിയും അവരുടെ മുറികളിലേക്ക് പോയി. ചേച്ചി ഇന്ന് താമസിച്ച ഓഫീസിൽ നിന്ന് വന്നത്, മായ പറഞ്ഞു. എപ്പോൾ? അറിയാത്ത മട്ടിൽ ഗാഥ ചോദിച്ചു. സന്ധ്യയായി. എന്നോട് നേരത്തെ വിളിച്ചു പറഞ്ഞായിരുന്നു ലേറ്റാകുമെന്ന്. ഓഫീസിൽ ജോലി ഉണ്ടായിരുന്നിരിക്കും. പക്ഷെ വന്നപ്പോൾ വലിയ സന്തോഷത്തിലാണ് എന്നോട് സംസാരിച്ചേ. ആണോ? പതിവില്ലാതെ എൻ്റെ കവിളിൽ നുള്ളിയിട്ടാണ് റൂമിലേക്ക് പോയത്. ചിലപ്പോൾ ഉടൻ പ്രൊമോഷനോ മറ്റോ കിട്ടുമായിരിക്കും. അതിൻ്റെ സന്തോഷത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു. കൂടുതലൊന്നും മായയോട് സംസാരിക്കാതെ നിൽക്കാതെ ഗാഥ റൂമിന് നേരെ നടന്നു. വാതിൽ അടച്ചിരിക്കുകയായിരുന്നു. ഡോർ ഹാൻഡിൽ പിടിച്ച് മെല്ലെ തിരിച്ചപ്പോൾ വാതിൽ തുറന്നു. പക്ഷേ ഉള്ളിൽ സുരഭി ഉണ്ടായിരുന്നില്ല. അമ്മ കുളിക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. ഷവറിൽ നിന്നും വെള്ളം മഴ പോലെ പതിക്കുന്ന ശബ്ദത്തോടൊപ്പം ലഹരി പോലെ ഒരു മൂളിപ്പാട്ടും ഗാഥ കേട്ടു. അവൾ പുഞ്ചിരിയോടെ നിന്നു. കുളി കഴിഞ്ഞ് ബെഡ്റൂമിലെ നിലക്കണ്ണാടിയുടെ മുന്നിൽ നിന്നുകൊണ്ട് മുടി ചെയ്യുകയായിരുന്നു സേതുമാധവൻ. അപ്പോഴാണ് ഡോർബെൽ മുഴങ്ങിയത്. ഫുഡ് ഡെലിവറി ബോയ് ആയിരിക്കുമെന്ന് അയാൾക്ക് മനസ്സിലായി. ഓൺലൈനിൽ 2 ചപ്പാത്തിയും സബ്ജിയും അയാൾ ഓർഡർ ചെയ്തിരുന്നു. രാത്രിയിൽ ഇനി പുറത്തുപോയി ആഹാരം കഴിക്കാൻ മടിയായിരുന്നു. പൈജാമ മാത്രമായിരുന്നു അയാളുടെ വേഷം. വേഗം വാർഡ്രോബ് തുറന്ന് ഒരു കുർത്ത എടുത്ത് ധരിച്ചിട്ട് ചെന്ന് വാതിൽ തുറന്നു. വിചാരിച്ചതുപോലെ ഡെലിവറി ബോയ് ആയിരുന്നു. ചപ്പാത്തിയും 1 ഗ്ലാസ് പാലുമാണ് ഇന്ന് അത്താഴം. ഫ്രിഡ്ജിൽ പാലുണ്ട്. 2 ദിവസത്തിനകം ഫ്രിഡ്ജ് കാലിയാക്കണം. അത് കഴിഞ്ഞ് ഡൽഹിക്ക് പറക്കുന്നു. സമയം 8:30. ഫുഡ് പാക്കറ്റിംഗ് ഡൈനിങ് ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചപ്പോഴാണ് മൊബൈൽ ബെല്ലടിച്ചത്. എടുത്തു നോക്കിയപ്പോൾ സുരഭി. ഹലോ. അയാൾ പെട്ടെന്ന് കോൾ എടുത്തു. ഫ്ലാറ്റിലല്ലേ? അവൾ ചോദിച്ചു. അതെ. ഫുഡ് കഴിക്കാൻ പോയില്ലേ? ഇല്ല, ഓർഡർ ചെയ്ത് വരുത്തി. മോള് കുളിക്കാൻ കയറി. ആ തക്കത്തിന് വിളിക്കുകയാണ് ഞാൻ. പോകും മുമ്പ് വരുമോ ഇങ്ങോട്ട്? സുരഭി ചോദിച്ചു. വരാം. സുരഭിയും മോളെയും കണ്ടിട്ടേ പോകും, അയാൾ പറഞ്ഞു. ശരി, വച്ചോളൂ. ഇന്ന് ഉറങ്ങാൻ പറ്റുമെന്ന് തോന്നില്ല. എനിക്കും. കോള് കട്ട് ചെയ്ത് കഴിഞ്ഞ് സേതുമാധവൻ ഭക്ഷണം കഴിച്ചു. അപ്പോഴാണ് ഗോപീഷ്ണൻ വിളിച്ചത്. സൂരജ് പിന്നെ വിളിച്ചോ? അയാൾ ചോദിച്ചു. നാളെ വൈകുന്നേരം ഫ്രീ അല്ലെന്നാണ് സൂരജ് പറഞ്ഞത്, സേതുമാധവൻ അറിയിച്ചു. എങ്കിലും നമുക്ക് നാളത്തെ ഡിന്നർ ക്യാൻസൽ ചെയ്യാം. സൂരജിന് വേണ്ടിയല്ലേ നമ്മൾ? അതെ. പോകും മുമ്പ് സൂരജിനെ ഒന്ന് കാണണം എനിക്ക്. ഞാൻ ചെന്ന് കണ്ടോളാം. ശരി സേതു, സമയം കിട്ടിയാൽ ഇങ്ങോട്ടൊന്ന് വരണേ, ഗോപീഷ്ണൻ പറഞ്ഞു. നോക്കട്ടെ. സേതുമാധവൻ ഫോൺ വെച്ചു. അച്ഛനാണെന്ന് ഞാനെന്ന് സൂരജിനോട് പറയാനുള്ള ധൈര്യം ഗോപിക്കില്ല. അഥവാ പറഞ്ഞാൽ തന്നെ സൂരജിൻ്റെ പ്രതികരണം എന്തായിരിക്കുമെന്നുള്ള ഭയവും ഉണ്ട്. ഒരുപക്ഷെ പരസ്പരം അറിയാതെ തന്നെ അയാൾ കിടപ്പുമുറിയുടെ ബാൽക്കണിയിലേക്ക് ചെന്നു. പുറത്തേക്ക് നോക്കി. ദീപങ്ങൾ തെളിയിച്ചൊന്നും അറിയാതെ നഗരം രാവ് ആഘോഷിക്കുകയാണ്. അന്ന് ഉച്ച കഴിഞ്ഞ് സൂരജ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലുണ്ടായിരുന്നെങ്കിലും ഗാഥയുടെ മുന്നിൽ ചെന്ന് പെടാതിരിക്കാൻ ശ്രദ്ധിച്ചു. വൈകുന്നേരം 7 മണിക്ക് പ്രൊഫസറെ കാണാൻ പോകണമെന്ന് അവളോടൊരു നുണ പറയേണ്ടി വന്നു. ആ നേരത്ത് അവൾ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ കാണാനിടവന്ന കള്ളം പൊളിയും. നാളെ ഒരു ദിവസം കൂടി സേതുവങ്കിൾ സ്ഥലത്തുണ്ടാവും. നാളെ കാണാൻ പറ്റുമോ എന്ന് അങ്കിൾ രാവിലെ വിളിച്ച് ചോദിച്ചിരുന്നു. കാണാമെന്ന് മറുപടിയും കൊടുത്തു. എവിടെ വെച്ചാണെന്നോ ഏത് സമയത്താണെന്നോ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നും ചോദിച്ചില്ല, പറഞ്ഞതുമില്ല. 4 മണിക്ക് ഒരു ബജി തിന്നുകൊണ്ട് സൂരജ് ചായ കുടിക്കുമ്പോഴാണ് സുശീല വിളിച്ചത്. അമ്മ ഇപ്പോൾ പതിവില്ലാതെ എന്നും വിളിക്കുന്നുണ്ടല്ലോ, കോളെടുത്ത് അയാൾ പറഞ്ഞു. പതിവില്ലാത്ത ചിലതാണല്ലോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മയ്ക്ക് എന്തെങ്കിലും പേടിയുണ്ടോ? അമ്മയെ വിട്ട് ഞാൻ മിസ്റ്റർ ഗോപികൃഷ്ണൻ്റെ കൂടെ പോകുമെന്ന്? ഒരു പേടിയില്ല. ഗോപികൃഷ്ണനെ ഞാൻ അമ്മയെക്കാളേറെ സ്നേഹിക്കുമെന്ന് ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ലെന്ന് എനിക്കറിയാം. പിന്നെ എന്താണ്? കാരണമൊന്നുമില്ലാതെ എനിക്കെൻ്റെ മോനെ വിളിച്ചൂടെ? വിളിക്കാമല്ലോ. അതിരിക്കട്ടെ, ഗോപികൃഷ്ണൻ നിന്നെ കാണാൻ വന്നോ പിന്നെ? സുശീല ചോദിച്ചു. നിങ്ങൾ തമ്മിൽ പിന്നെ കണ്ടതേയില്ലേ? ഇല്ലമ്മേ. സേതുമാധവൻ അങ്കിൾ ഡൽഹിയിൽ നിന്നും വന്നിട്ടുണ്ട്. മറ്റന്നാൾ തിരിച്ചു പോകും. അതിനു മുമ്പൊന്ന് കാണണമെന്ന് പറഞ്ഞു. മറ്റേയാളും കൂടെ കാണുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാനൊരു കള്ളം പറഞ്ഞൊഴിഞ്ഞു. തമ്മിൽ കാണാൻ പാടില്ലെന്ന് ഞാൻ നിന്നോട് പറയില്ല. പക്ഷേ ഗോപികൃഷ്ണൻ ഇപ്പോഴൊരു ഫാമിലി ഉണ്ട്. അവിടെ ഒരു കുഴപ്പമുണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് എനിക്കറിയാമേ,
ഞാനത്ര കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ. ഇതുവരെ എനിക്ക് അമ്മയ്ക്ക് ഞാനും മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയായാലും അങ്ങനെ തന്നെ മതി. അതെ, നീ ചെറിയ കുട്ടിയൊന്നുമല്ല. നിനക്ക് ഉചിതമെന്ന് തോന്നുന്നത് നീ ചെയ്യുക. ശരി അമ്മേ. കോള് കട്ട് ചെയ്ത് അല്പനേരം കഴിഞ്ഞപ്പോൾ പരിചയമില്ലാത്തൊരു നമ്പറിൽ നിന്നും സൂരജിന് വിളി വന്നു. അയാളതെടുത്തു. ഹലോ, ഡോക്ടർ സൂരജ് അല്ലേ? ഒരു സ്ത്രീശ്വരം ചോദിച്ചു. അതെ, അയാളെ പറഞ്ഞു. ഞാൻ മനീഷയുടെ അമ്മയാണ്, ദേവിക. എന്താ ആൻറ്റി? കരുതലോടെ സൂരജ് ചോദിച്ചു. മനീഷയുടെ അച്ഛന് 1 മണിക്കൂർ മുമ്പ് ഒരു അറ്റാക്ക് ഉണ്ടായി. ഇവിടെയുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അപ്പോൾ തന്നെ കൊണ്ടുവന്നു. ഇപ്പോൾ ICUലാണ്. 2 മേജർ ബ്ലോക്കുകളുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. ക്രിട്ടിക്കൽ സ്റ്റേജ് ഒന്നും അല്ലല്ലോ? സൂരജ് പെട്ടെന്ന് ചോദിച്ചു. ഡോക്ടറൊന്നും പറയുന്നില്ല. ഞാനിപ്പോൾ വിളിച്ചത് ഇടയ്ക്ക് കണ്ടപ്പോൾ ഗോപീഷ്ണൻ എന്നോട് പറഞ്ഞു സൂരജിനെ ഒന്ന് കാണണമെന്ന്. വേറെ സൗകര്യമൊന്നുമില്ലെങ്കിൽ ഇങ്ങോട്ടൊന്ന് വരാമോ? ദേവികയുടെ അഭ്യർത്ഥന കേട്ട് എന്ത് മറുപടി പറയണമെന്നറിയാതെ സൂരജ് പകച്ചു നിന്നു. അധ്യായം 26. ഏത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്? സൂരജ് ചോദിച്ചു. ദേവിക ആശുപത്രിയുടെ പേര് പറഞ്ഞു. ആൻറ്റി അവിടെ ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. ശരി, ഞാൻ അങ്ങോട്ട് വിളിക്കാം. സൂരജ് കോൾ കട്ട് ചെയ്തു. അയാൾക്കൊരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞില്ല. അമ്മയും തന്നെയും ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞവനാണ്. ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് ഒരിക്കൽ പോലും തിരക്കിയിട്ടില്ലാത്തവനാണ്. അമ്മയെ മറന്ന് മറ്റൊരു സ്ത്രീ ഒരു മടിയും കൂടാതെ ഭാര്യയാക്കിയവനാണ്. മനസാക്ഷിയില്ലാത്ത അങ്ങനെ ഒരാളെ എന്തിനു കാണാൻ പോകണം? അവസാനത്തെ ആഗ്രഹം സാധിക്കാതെ മരണത്തിന് വിട്ടുകൊടുക്കുന്നതല്ലേ ഈ ക്രൂരതകൾക്ക് ഉചിതമായ ശിക്ഷ? പക്ഷേ മറ്റുള്ളവർ ചെയ്യുന്ന തെറ്റിന് മാപ്പ് കൊടുക്കുന്നതല്ലേ ഒരു മനുഷ്യത്വം? തെറ്റുകൾ ഏറ്റുപറഞ്ഞ് മാപ്പപേക്ഷിക്കാൻ ഒരാൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിഷേധിക്കുന്നതല്ലേ ക്രൂരത? സൂരജ് അപ്പോൾ തന്നെ സുശീലയെ വിളിച്ചു. അമ്മ, ഞാനൊരു വിവരം അറിഞ്ഞു. എന്താണ്? ദേവിയിൽ നിന്നറിഞ്ഞ കാര്യങ്ങൾ അയാൾ അമ്മയോട് പറഞ്ഞു. നീ എന്തു തീരുമാനിച്ചു? എല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ സുശീല ചോദിച്ചു. അമ്മയുടെ അഭിപ്രായം അറിയാനാണ് ഞാൻ വിളിച്ചത്. എന്തൊക്കെയാണെങ്കിലും നിൻ്റെ അച്ഛനല്ലേ മോനെ? സുശീലയുടെ ആ വാക്കുകളിൽ ഒരു വികാര പ്രപഞ്ചം അടങ്ങിയിട്ടുണ്ടായിരുന്നു. പോകുന്നതിൽ തെറ്റില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അമ്മ അതിനെതിരാണെങ്കിൽ ഞാൻ പോവുകയില്ലായിരുന്നു, സൂരജ് പറഞ്ഞു. എന്നേക്കുമായ ഒരു വിഷമം അല്ലെങ്കിൽ കുറ്റബോധം മനസ്സിൽ കിടക്കാൻ നമ്മൾ അവസരം ഉണ്ടാക്കരുത്. ഇല്ലമ്മേ, ഒരുപക്ഷെ നീ ചെന്ന് കാണുന്നതിന് മുമ്പേ, ആശങ്കയോടെ സുശീല പറഞ്ഞു. ഇല്ലമ്മേ, ഞാൻ ഉടനെ പുറപ്പെടുകയാണ്. പിന്നെ സൂരജ് വേറൊന്നും നോക്കിയില്ല. അപ്പോൾ തന്നെ ബൈക്കെടുത്ത് ബൈപ്പാസിൽ കയറി നേരെ നെയ്യാറ്റിൻകരയിലേക്ക് പാഞ്ഞു. സ്പീഡ് ലിമിറ്റ് മറികടക്കാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്തു. ഹോസ്പിറ്റൽ കണ്ടുപിടിക്കാൻ ഒട്ടും പ്രയാസം നേരിട്ടില്ല. കാരണം അതിൻ്റെ മുന്നിലുള്ള റോഡ് വഴിയാണ് 2 തവണയും മനീഷയുടെ വീട്ടിലേക്ക് പോയതും വന്നതും. ആ ഓർമ്മ ഉണ്ടായിരുന്നു. പാർക്കിംഗ് ഏരിയയിൽ ബൈക്ക് വെച്ചിട്ട് അയാൾ എൻക്വയറിയിൽ ചോദിച്ച് നേരെ കാർഡിയോളജിയിലേക്ക് ചെന്നു. ICUവിൻ്റെ തൊട്ടടുത്തുള്ള വെയിറ്റിംഗ് റൂമിൽ അപ്പോൾ ദേവികയും മനീഷയും ഉണ്ടായിരുന്നു. സൂരജിനെ കണ്ട് ദേവിക മെല്ലെ എഴുന്നേറ്റു. തകർന്ന അവസ്ഥയിലായിരുന്നു മനീഷ. പാറിപ്പറന്ന മുടിയും കരഞ്ഞു കലങ്ങിയ കണ്ണുകളും കണ്ണീരുണങ്ങിയ കവിളുകളും. അവൾ സൂരജിൻ്റെ അടുത്തേക്ക് ഓടി വന്നു. ഡോക്ടർ, എൻ്റെ ഡാഡി. അയാൾ അവളെ ചേർത്ത് പിടിച്ചു. അവളിനി വെറും മനീഷ എന്ന പെൺകുട്ടിയല്ല, അവൾ സ്വന്തം പെങ്ങളാണ്, എൻ്റെ തന്നെ ചോരയാണ്. ഡാഡിക്കൊന്നും സംഭവിക്കില്ല. ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നില്ലേ, ഇനിയൊരു പേടിയും വേണ്ട. സൂരജ് അവളെ സമാധാനിപ്പിച്ചു. ദേവിക നിശബ്ദയായി നോക്കി നിന്നതേയുള്ളൂ. എന്താണ് സംഭവിച്ചത്? സൂരജ് അവളോട് ചോദിച്ചു. ഏതാണ്ട് 2 മണിക്കൂർ മുമ്പാണ് ഗോപി ബാത്റൂമിൽ പോയിട്ട് വന്നത്. വലതു കൈ കൊണ്ട് നെഞ്ചിൽ അമർത്തിപ്പിടിക്കുന്നുണ്ടായിരുന്നു. എന്തു പറ്റിയെന്ന് ഞാൻ ചോദിച്ചപ്പോൾ മിണ്ടാനാവാതെ നിലത്തേക്ക് വീഴുകയായിരുന്നു. ഉടൻ തന്നെ ആംബുലൻസ് വിളിച്ചു വരുത്തിയെന്നും ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നെന്നൊക്കെ ദേവിക പറഞ്ഞു. അപ്പോഴൊക്കെ ബോധമുണ്ടായിരുന്നു. പക്ഷെ സഹിക്കാനാവാത്ത വേദന കൊണ്ട് പൊളയുന്നുമുണ്ടായിരുന്നു. ആംബുലൻസിൽ വെച്ചാണ് സൂരജിനെ കാണണമെന്ന് പറഞ്ഞത്. ഏത് ഡോക്ടറാണ് അങ്കിളിനെ അറ്റൻഡ് ചെയ്തത്? സൂരജ് ചോദിച്ചു. ഡോക്ടർ നെൽസൺ ജേക്കബ്, കാർഡിയോളജിസ്റ്റ്. ഞങ്ങൾ വന്നപ്പോൾ ഭാഗ്യത്തിന് അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ കണ്ട് ഞാൻ സംസാരിക്കാം. ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയാമല്ലോ, സൂരജ് പറഞ്ഞു. ഗോപീഷ്ണനെ കാണുന്നില്ലേ? ദേവിക ചോദിച്ചു. കാണണം. ഇപ്പോൾ വിസിറ്റിംഗ് ടൈം അല്ലല്ലോ, എങ്കിലും ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. അപ്പോൾ തന്നെ ഡോക്ടർ നെൽസൺ
ജേക്കബിനെ തിരക്കി സൂരജ് പോയി. ഡ്യൂട്ടി റൂമിൽ ചെന്നപ്പോൾ അദ്ദേഹം വീട്ടിലേക്ക് പോയി കഴിഞ്ഞിരുന്നു എന്നാണ് അവിടെ ഉണ്ടായിരുന്ന നേഴ്സ് പറഞ്ഞത്. നിരാശയോടെ സൂരജ് മടങ്ങുമ്പോഴാണ് ഇടനാഴിയിലെതിരെ വന്ന ഡോക്ടർ ഹരീഷ് കൃഷ്ണനെ കണ്ടത്. മെഡിക്കൽ കോളേജിൽ സൂരജിൻ്റെ അതേ MBBS ബാച്ചിലുണ്ടായിരുന്നു ഹരികൃഷ്ണൻ. ഹോസ്റ്റലിൻ്റെ തൊട്ടടുത്ത മുറികളിലായിരുന്നു അവർ താമസിച്ചിരുന്നത്. സൂരജ്, എന്താ നീ ഇവിടെ? അയാൾ ആശ്ചര്യത്തോടെ സൂരജിൻ്റെ കൈ പിടിച്ചു. കാർഡിയോളജി ICUവിൽ എൻ്റെ ഒരു ബന്ധു ഇന്ന് അഡ്മിറ്റായിട്ടുണ്ട്, ഹരികൃഷ്ണൻ സംസാരിച്ചു. നീ ഇപ്പോൾ എവിടെയാണോ? സന്തോഷത്തോടെ സൂരജ് ചോദിച്ചു. റെസിഡൻറ്റ് മെഡിക്കൽ ഓഫീസറായി ഞാനിവിടെ ജോയിൻ ചെയ്തിട്ട് 1 കൊല്ലമായി. നീ പേഷ്യൻറ്റിനെ കണ്ടോ? ഹരികൃഷ്ണൻ വീണ്ടും ചോദിച്ചു. ഇല്ല, ഡോക്ടർ നെൽസനെ കണ്ടിട്ട്. പക്ഷേ അദ്ദേഹം വീട്ടിലേക്ക് പോയി. പേഷ്യൻറ്റിൻ്റെ പ്രസൻറ്റ് കണ്ടീഷൻ അറിയണമെന്നുണ്ടായിരുന്നു, സൂരജ് പറഞ്ഞു. അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. നെൽസൺ സാറിനെ ഞാൻ വിളിക്കാം. ഉടൻ തന്നെ മൊബൈലെടുത്ത് ഡോക്ടർ നെൽസനെ ഹരികൃഷ്ണൻ വിളിച്ചു. എന്താണ് പേഷ്യൻ്റെ പേര്? ഗോപികൃഷ്ണൻ, സൂരജ് പറഞ്ഞു. 2-3 മിനിറ്റ് ഡോക്ടർ നെൽസനുമായി സംസാരിച്ചു. 2 മേജർ ബ്ലോക്കുകളുണ്ട്. തൽക്കാലം പേടിക്കാനൊന്നുമില്ല, ആൻജിയോപ്ലാസ്റ്റി മതി, ഹരികൃഷ്ണൻ പറഞ്ഞു. താങ്ക്സ് ഹരി, എനിക്കിനി പേഷ്യൻറ്റിനെ ഒന്ന് കണ്ടാക്കൊള്ളാമെന്നുണ്ട്. പെർമിഷൻ കിട്ടുമോ? നീ വാ. സൂരജിനെയും കൊണ്ട് ഹരികൃഷ്ണൻ കാർഡിയോളജി ICUവിലേക്ക് ചെന്നു. സൂരജിനെ ഡ്യൂട്ടി സിസ്റ്റർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. കണ്ടോളൂ, പക്ഷെ അധികം സംസാരിക്കരുത്, സിസ്റ്റർ അനുവാദം കൊടുത്തു. സൂരജ്, ഞാനെന്നാൽ പോയിക്കോട്ടെ. ഞാനിവിടെ ഉണ്ട്. സമയം കിട്ടുമ്പോൾ എൻ്റെ റൂമിലേക്ക് വാ, ഹരികൃഷ്ണൻ പറഞ്ഞു. ഞാൻ വരാം ഹരി. ഹരികൃഷ്ണൻ പോയി. ICUവിൽ കണ്ണാടി വാതിൽ തുറന്ന് സൂരജ് മെല്ലെ ഉള്ളിലേക്ക് കയറി. അയാളുടെ ഹൃദയമിടിപ്പിൻ്റെ വേഗം അറിയാതെ വർദ്ധിച്ചു. ഇതുവരെ ഗോപികൃഷ്ണൻ അങ്കിൾ മാത്രമായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല, സ്വന്തം അച്ഛനാണ്. അച്ഛനെന്ന നിലയിൽ ആദ്യമായി കാണാൻ പോവുകയാണ്. 8 ബെഡുകളുണ്ടായിരുന്നു ICUവിൽ. 4ാമത്തെ ബെഡിലായിരുന്നു ഗോപികൃഷ്ണൻ. കണ്ണുകൾ അടച്ച് കിടക്കുകയായിരുന്നു. പലതരം മെഷീനുകൾ ശരീരവുമായി ഘടിപ്പിച്ചിരുന്നു. സൂരജ് അടുത്തേക്ക് ചെന്ന് അയാളുടെ മുഖത്തേക്ക് നോക്കി. ശ്വാസഗതി അനുസരിച്ച് നെഞ്ചുമെല്ലെ ഉയർന്നു താഴ്ന്നു. മുഖം ശാന്തം. താടി രോമങ്ങളിൽ ചിലത് വെളുത്തിട്ടുണ്ട്, പക്ഷെ സൗന്ദര്യത്തിന് കുറവൊന്നുമില്ല. സെഡേഷനിലാണോ അതോ ഉറക്കമാണോ എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല സൂരജിന്. അങ്കിൾ, താഴ്ന്ന സ്വരത്തിൽ അയാൾ വിളിച്ചു. ഗോപികൃഷ്ണൻ മെല്ലെ കൺപോളകൾ വിടർത്തി നോക്കി. അയാളുടെ കണ്ണുകൾ സൂരജിൻ്റെ മുഖത്ത് ഒരു നിമിഷം നിർവികാരതയോടെ തങ്ങി നിന്നു. പക്ഷെ പെട്ടെന്ന് കണ്ണുകൾ തിരിച്ചറിവിൻ്റെ പ്രകാശം മിന്നി. അയാൾ എന്തോ പറയാൻ ചുണ്ടുകൾ വിടർത്തി. എന്ന ശബ്ദം പുറത്തേക്ക് വന്നില്ല. അങ്കിൾ, ഇത് ഞാനാണ് സൂരജ്. മനസ്സിലായി എന്ന മട്ടിൽ ഗോപികൃഷ്ണൻ സാവധാനം തലചലിപ്പിച്ചു. പേടിക്കാനൊന്നുമില്ല, ഞാൻ ഡോക്ടറോട് സംസാരിച്ചു. ഏറിയ ഒരാഴ്ച, അതിനുള്ളിലേക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റും. മോനെ, ക്ഷീണിതമായ സ്വരത്തിൽ അയാൾ വിളിച്ചു. അറിയാതെ ശരീരം ഒന്ന് കോരിത്തരിച്ചു. മാപ്പ്, മാപ്പ്, ഗോപികൃഷ്ണൻ മന്ത്രിച്ചു. സൂരജ് സ്നേഹത്തോടെ അയാളുടെ കൈത്തണ്ടയിൽ പിടിച്ചു. ശരീരം ഒന്ന് കോരിത്തരിക്കുന്നു. ഇപ്പോൾ ഒന്നും ആലോചിക്കണ്ട. അമ്മയ്ക്കും എനിക്കും വിരോധമൊന്നുമില്ല. സമാധാനമായിട്ട് കിടക്കണം, സൂരജ് പറഞ്ഞു. ഗോപികൃഷ്ണൻ്റെ 2 കണ്ണുകളും നിറഞ്ഞൊഴുകി. പാൻസിൻ്റെ പോക്കറ്റിൽ നിന്നും കർച്ചീഫ് എടുത്ത് സൂരജ് കണ്ണീര് തുടച്ചു മാറ്റി. അധിക നേരം അവിടെ നിൽക്കാൻ പറ്റില്ലെന്ന് അയാൾക്കറിയായിരുന്നു. ഡ്യൂട്ടി നേഴ്സ് വന്ന് ഇടപെടുന്നതിന് മുമ്പ് പോകുന്നതാണ് മര്യാദ. പോയിട്ട് ഞാൻ വരാം. അയാൾ ഗോപികൃഷ്ണൻ്റെ നെറ്റിയിലൊന്ന് തഴുകി വേഗം പുറത്തേക്കിറങ്ങി. വെയിറ്റിംഗ് റൂമിൽ ദേവികയും മനീഷയും ഉണ്ടായിരുന്നു. അയാൾ അവരുടെ അടുത്തേക്ക് ചെന്നു. ഞാൻ ഗോപിയങ്കിളിനെ കണ്ടു. പേടിക്കേണ്ടതായിട്ടൊന്നുമില്ല. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇവിടെ, ഡോക്ടർ ഹരികൃഷ്ണൻ. ഡോക്ടർ നെൽസലുമായിട്ട് ഹരി സംസാരിച്ചു. 2 ബ്ലോക്കുകളുണ്ട്. അത് നീക്കം ചെയ്യാവുന്നതേ ഉള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് കേട്ടപ്പോൾ ദേവികയുടെ മുഖത്ത് ഒരു ആശ്വാസഭാവം പറഞ്ഞു. ഡോണ്ട് വറി മനീഷ, ഡാഡി ഈസ് ഓക്കെ. നല്ല ആരോഗ്യത്തോടെ വീട്ടിലേക്ക് പോകാൻ പറ്റും. അയാൾ അവളുടെ കൗളിൽ വാത്സല്യത്തോടെ തലോടി. താങ്ക് യു ഡോക്ടർ. ഹരികൃഷ്ണനോട് ഞാൻ പറയാം. അന്ന് വന്ന ആൻറ്റിയെ കാണും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവനോട് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ എന്നെ വിളിക്കാം. ഞാനെന്നാൽ പോയിക്കോട്ടെ. അവിടെ ഹോസ്പിറ്റലിൽ നിന്നാണ് വന്നത്. ചെല്ലാതെ പറ്റില്ല, സൂരജ് പറഞ്ഞു. വിവരങ്ങൾ അറിയിച്ചപ്പോൾ സമാധാനമായി. ആവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. സൂരജ് പോയിക്കോളൂ. ദേവികയോടും മനീഷയോടും യാത്ര പറഞ്ഞ് സൂരജ് നടക്കുമ്പോൾ പിന്നിൽ നിന്നും ഒരു വിളി കിട്ടു. സൂരജ്,
തിരിഞ്ഞു നോക്കിയപ്പോൾ ദേവികയാണ്. എന്താ ആൻറ്റി, ഗോപി ഒരു ദിവസം അമ്മയെ കാണാൻ വന്നിരുന്നു അല്ലേ? ദേവിക ചോദിച്ചു. സൂരജ് ഒന്ന് പകച്ചു നോക്കി. അപ്പോൾ എല്ലാവരും എല്ലാം അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അയാൾ വെറുതെ മൂളി. ഗോപിയുടെ മകനാണ് സൂരജ് എന്ന് എന്നോട് പറഞ്ഞു. പറയേണ്ടി വന്നു. ഞാൻ ആരോടും ഇതുവരെ അക്കാര്യം അറിയിച്ചിട്ടില്ല, മനീഷയോട് പോലും. തൽക്കാലം ആരും അറിയണ്ട. സൂരജ് മെല്ലെ തലകുലുക്കി. ശരി, സൂരജ് പോയിക്കോളൂ. അയാളൊന്നും പറയാതെ തിരിഞ്ഞു നടന്നു. ഓരോരുത്തരായി ഇനിയെല്ലാം അറിയും. ഗാഥയും സുരഭി ആൻറ്റിയും സേതുവങ്ങളും. സത്യം അധികകാലമൊന്നും മറച്ചു വയ്ക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് എത്ര ശരിയാണ്. എനിക്ക് അച്ഛനുണ്ട്, ഇനി അഭിമാനത്തോടെ പറയാം. ബൈക്ക് എടുക്കും മുമ്പ് സൂരജ് അമ്മയെ വിളിച്ചു. എവിടാ നീ? സുശീല പെട്ടെന്ന് കോളെടുത്തു. നെയ്യാറ്റിൻകര ഹോസ്പിറ്റലിൽ. കണ്ടിട്ടിറങ്ങിയതേ ഉള്ളൂ, സൂരജ് പറഞ്ഞു. എങ്ങനെയുണ്ട്? പേടിക്കാനൊന്നുമില്ലമ്മേ. മനസ്സിലാക്കിയ കാര്യങ്ങൾ അയാൾ സുശീലയോട് പറഞ്ഞു. നിന്നോടെന്തെങ്കിലും സംസാരിച്ചോ? ഇല്ല, 1-2 വാക്കുകൾ. കരയുന്നുണ്ടായിരുന്നു. സുശീല ഒന്നും പറഞ്ഞില്ല. ഞാൻ മെഡിക്കൽ കോളേജിലേക്ക് പോവാണ്, നാളെ വിളിക്കാം, അന്നേരം ബാക്കി വിശേഷങ്ങൾ പറയാം. ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കണേ. ശരി അമ്മേ. തിരിച്ചു പോകുമ്പോൾ സൂരജ് പതിവിലേറെ ഉന്മേഷവാനായിരുന്നു. എനിക്ക് അമ്മ മാത്രമല്ല, അച്ഛനുമുണ്ട്. ലോകത്തോട് മുഴുവൻ വിളിച്ചു പറയാൻ അയാളുടെ മനസ്സ് വെമ്പി. വൈകുന്നേരം ഓഫീസിൽ നിന്നും വന്നപ്പോൾ മായ ഉണ്ടാക്കി കൊടുത്ത ചായ സാവധാനം കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സുരഭി. അപ്പോഴാണ് സേതുമാധവൻ വിളിച്ചത്. ഹലോ സേതു. അവൾ ഉടനെ കോളെടുത്തു. ഓഫീസിലാണോ അതോ? അയാൾ ചോദിച്ചു. അല്ല, ഫ്ലാറ്റിലെത്തി. മായ ചായ ഉണ്ടാക്കി തന്നു. അയാൾ ചിരിച്ചു. പോകും മുമ്പ് കാണാമെന്നല്ലേ ഞാൻ പറഞ്ഞത്? ഒരിക്കൽ കൂടി കാണാൻ ആഗ്രഹമുണ്ടെങ്കിലും അത് വേണോ എന്നൊരു സംശയം. പിരിയുമ്പോൾ അത് വല്ലാത്ത സങ്കടമാവും. സേതു പറഞ്ഞത് ശരിയാണ്. യാത്ര പറഞ്ഞു പോകുമ്പോൾ ഹൃദയം പിളരുന്നത് പോലെ അനുഭവപ്പെടും. കാണാനായി ഇങ്ങോട്ട് വരണ്ട, ഞാൻ മോളോടും പറഞ്ഞേക്കാം. അത് മതി, ഇടയ്ക്ക് വിളിക്കാം. നാളെ വൈകുന്നേരത്തെ ഫ്ലൈറ്റിൽ ഞാൻ പോകും. ഗോപീഷ്ണനെ കണ്ടോ? സൂരജ് വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ കണ്ടിരുന്നു. ഒരുപാട് മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ഗോപിക്ക്. അതുകൊണ്ടാവാം. ഞങ്ങളൊന്ന് പോകുന്നുണ്ട് കാണാൻ, നാളെയോ മറ്റന്നാളോ, സുരഭി പറഞ്ഞു. നാളെ വാർഡിലേക്ക് മാറ്റും. അതുകൊണ്ട് ഏത് സമയത്ത് ചെന്നാലും കാണാൻ പ്രയാസം വരില്ല. മോള് വിളിച്ചോ? സുരഭി ചോദിച്ചു. എന്നും 2-3 തവണ വിളിക്കും. നാളെ ഞാൻ ചെല്ലാനായി കാത്തിരിക്കുകയാണ്. അവൾക്കിനി ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അതെ, മോൾക്ക് വിഷമം ഉണ്ടാക്കുന്നതിന് ഒന്നും ഇനി ചെയ്യരുത്. ആ കുട്ടിയുടെ സന്തോഷം മാത്രമായിരിക്കണം സേതുവിൻ്റെ ലക്ഷ്യം. എനിക്കറിയാം സുരഭി. സാധിക്കുമെങ്കിൽ മോളെയും ഒരിക്കൽ കൊണ്ടുവരണം. ഞങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ട്. 2 മാസത്തിനുള്ളിൽ മെഡിസിൻ അഡ്മിഷൻ നടക്കും. കോളേജിൽ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ഉടനെ ഒന്നും ഇങ്ങോട്ട് വരാൻ പറ്റിയെന്ന് വരില്ല. എങ്കിലും നോക്കട്ടെ. അല്പനേരം കൂടി സംസാരിച്ചിട്ടാണ് അവർ ഫോൺ വെച്ചത്. ജീവിതകാലം മുഴുവൻ ഓർമ്മിക്കാൻ സുഖകരമായ അനുഭവങ്ങൾ സമ്മാനിച്ചിട്ടാണ് സേതു പോകുന്നത്. അതുമാത്രം മതി. ഇനി ഒരിക്കൽ കൂടി കാണണമെന്നില്ല. സുരഭി കുളി കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഗാഥയും കൂട്ടുകാരികളെത്തി. അമ്മേ, നമുക്ക് ഹരിപ്പാട്ടേക്കൊന്ന് പോയാലോ? ഈ വരുന്ന ഞായർ എനിക്ക് ഡ്യൂട്ടിയില്ല. ഗാഥ പറഞ്ഞു. എന്താ ഇപ്പോൾ അങ്ങനെ തോന്നാൻ കാരണം? ഹരിപ്പാടിന് പോകാൻ? സുരഭി ചോദിച്ചു. ഒന്നുമില്ല, നമ്മുടെ വീട് അവിടെ തന്നെ ഉണ്ടോ എന്ന് ഇടയ്ക്കൊന്ന് പോയി നോക്കണ്ടേ? വല്ലപ്പോഴും പോയി ക്ലീൻ ചെയ്യണം. ശരിയാ മോളെ, ഞാനും അത് ചിന്തിച്ചിട്ടുണ്ട്. ശനിയാഴ്ച വൈകുന്നേരം പോകാം. ഞായർ വൈകിട്ട് തിരിച്ചു വരാം. സുരഭി സമ്മതിച്ചു. മായ ചേച്ചിയും കൊണ്ടുപോകണം. ധന്യയും രോഷിനിയും ഒരു ദിവസം പുറത്തുനിന്നും ഭക്ഷണം കഴിക്കട്ടെ. ധന്യയോടും രോഷിനിയോടും അക്കാര്യം പറഞ്ഞപ്പോൾ അവരും സമ്മതിച്ചു. മനീഷയുടെ ഡാഡിയൊന്ന് കാണാൻ പോകണ്ടേ? സേതു ഇന്ന് വിളിച്ചിരുന്നു. നാളെ രാവിലെ ചിലപ്പോൾ ICUവിൽ നിന്ന് മാറ്റിയേക്കും. എങ്കിൽ നാളെ വൈകുന്നേരം നമുക്ക് പോകാം. ഗാഥ പറഞ്ഞു. നിനക്കറിയാമോ ഹോസ്പിറ്റൽ എവിടെയാണെന്ന്? അറിയാം. പോകുന്നതിന് മുമ്പ് സൂരജിനോട് ചോദിക്കാം. അതാ നല്ലത്. പിറ്റേന്ന് വൈകുന്നേരം ഗാഥയും സുരഭിയും കൂടി നെയ്യാറ്റിൻകരയിലേക്ക് പോയി. അവർ ചെന്നപ്പോൾ ഹോസ്പിറ്റലിൽ ദേവികയും മനീഷയും ഉണ്ടായിരുന്നു. ഗോപികൃഷ്ണൻ്റെ വാർഡിലേക്ക് മാറ്റിയിരുന്നു. ഗാഥയുടെ അമ്മയാണല്ലേ, കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ദേവിക ഹൃദയപൂർവ്വം അവരെ സ്വീകരിച്ചു. ഗോപികൃഷ്ണന് നല്ല മാറ്റം ഉണ്ടായിരുന്നു. ബെഡിൽ തലയിണകൾ ഉയർത്തി വെച്ച് ചാരിയിരുന്നുകൊണ്ട് അയാൾ അവരോട് സംസാരിച്ചു. അമ്മ ചെന്നൊരു ജ്യോത്സ്യനെ കണ്ട് സംസാരിച്ചു. സർപ്പദോഷമുണ്ട്,
അതിന് ചില പരിഹാരക്രിയകൾ ചെയ്യണമെന്ന് അയാൾ പറഞ്ഞത്രേ. അമ്മയ്ക്ക് അതിലൊക്കെ വലിയ വിശ്വാസമാണ്. എനിക്കൊരു ജലദോഷം വന്നാൽ പോലും അമ്മ ജോത്സ്യൻ്റെ അടുത്തേക്ക് ഓടും. ചിരിച്ചുകൊണ്ട് ദേവിക പറഞ്ഞു. മണ്ണാർശാല അമ്പലത്തിൽ പോയ എല്ലാ പൂജകളും വഴിപാടുകളും അവിടെ തന്നെ നടത്താൻ പറ്റും, സുരഭിയും പറഞ്ഞു. ഗോപിയെ ഡിസ്ചാർജ് ചെയ്തിട്ട് ഒരു ദിവസം പോകാം. ഡിസ്ചാർജ് ചെയ്താലും കുറച്ച് നാളത്തേക്ക് യാത്ര ഒഴിവാക്കേണ്ടി വരും ആൻറ്റി, ഗാഥ പറഞ്ഞു. അത് സാരമില്ല, ഞായറാഴ്ച ഞാനും ഗാഥയും കൂടി ഹരിപ്പാടിന് പോകുന്നുണ്ട്. ഞങ്ങളുടെ വീട് അവിടെയാണല്ലോ. 2 പേര് പറഞ്ഞ് ഞങ്ങൾ പൂജ നടത്താം, സുരഭി പറഞ്ഞു. എന്നാൽ മനീഷയെ കൂടി കൊണ്ടുപോകൂ. അച്ഛന് വേണ്ടി അവളെല്ലാം നടത്തട്ടെ, ദേവിക പറഞ്ഞു. അതാണ് നല്ലത്, ഗോപീഷ്ണനും പറഞ്ഞു. അതോടെ മനീഷയ്ക്ക് സന്തോഷമായി. ശനിയാഴ്ച രാവിലെ സുരഭി നെയ്യാറ്റിൻകരയിൽ ചെന്ന് മനീഷയെ വിളിച്ചു കൊണ്ടുവന്നു. 2 ദിവസത്തെ താമസത്തിനുള്ള ഡ്രസ്സ് ബാഗിലാക്കിയാണ് അവൾ വന്നത്. വൈകുന്നേരം സുരഭിയും ഗാഥയും മായയും മനീഷയും ഹരിപ്പാടിന് പുറപ്പെട്ടു. അവർ വീട്ടിൽ ചെന്നപ്പോൾ രാത്രി 8 മണിയായി. രാത്രി കഴിക്കാനുള്ള ഭക്ഷണം അവർ പോകുന്ന വഴി ഹോട്ടലിൽ നിന്നും വാങ്ങിയിരുന്നു. അന്ന് ഗാഥയുടെ മുറിയിലാണ് മനീഷ ഉറങ്ങാൻ കിടന്നത്. 2 പേരും ഉറക്കം വരുന്നതുവരെ സംസാരിച്ച് കിടന്നു. പിറ്റേന്ന് രാവിലെ സുരഭിയും ഗാഥയും മനീഷയും കുളിച്ച് വേഷം മാറി മണ്ണാർശാല നാഗരാജ ക്ഷേത്രത്തിൽ പോയി. ഞായറാഴ്ചയത് കാരണം നല്ല തിരക്കുണ്ടായിരുന്നു ക്ഷേത്രത്തിൽ. മനീഷ ആദ്യമായിട്ട് വരികയായിരുന്നു മണ്ണാർശാല അമ്പലത്തിൽ. വലിയ കാവും വൃക്ഷങ്ങളിൽ തൂങ്ങിക്കിടക്കുന്ന കനത്ത വള്ളികളും പുള്ളുവൻ പാട്ടും മഞ്ഞൾപ്പൊടി വിതറിയ നാഗരാജ വിഗ്രഹങ്ങളും അവൾ വിടർന്ന കണ്ണുകളോടെ കണ്ടു. മോളിവിടെ നിൽക്ക്, ഞങ്ങൾ പോയി പൂജയ്ക്കുള്ള ടിക്കറ്റും വഴിപാട് സാധനങ്ങളും മേടിച്ചു വരാം, സുരഭി പറഞ്ഞു. അവൾ തലകുലുക്കി. സുരഭിയും ഗാഥയും വഴിപാട് കൗണ്ടറിലെ തിരക്കിലേക്ക് പോയി. മനീഷ കാഴ്ച കണ്ടു നിൽക്കുമ്പോൾ സുന്ദരിയായൊരു മധ്യവയസ്ക അവളുടെ മുന്നിലൂടെ കടന്നുപോയത്. പെട്ടെന്നാണ് അവളെ കണ്ട് ആ സ്ത്രീ അടുത്തേക്ക് വന്നത്. മോളുടെ പേരെന്താണ്? അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി ആ സ്ത്രീ ചോദിച്ചു. മനീഷ, അവൾ പറഞ്ഞു. ഗോപീഷ്ണൻ്റെ മോളാണോ? സങ്കോചത്തോടെ അവർ ചോദിച്ചു. അതെ, എൻ്റെ ഡാഡി അറിയാമോ? ആശ്ചര്യത്തോടെ മനീഷ ചോദിച്ചു. ആ സ്ത്രീ ഒന്നും പറയാതെ അവളുടെ മുഖത്തേക്ക് നോക്കി നിന്നു. അധ്യായം 27. മനീഷയുടെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി നിന്ന സുശീല. അതേ മൂക്ക്, അതേ ചുണ്ടുകൾ, മുഖത്തിന് അതേ ആകൃതി. ആൻറ്റിക്കറിയാമോ എൻ്റെ ഡാഡിയെ? മനീഷ വീണ്ടും ചോദിച്ചു. അറിയാം, സുശീല പറഞ്ഞു. എങ്ങനെ അറിയാം? ഞങ്ങൾ ഒരേ നാട്ടുകാരാണ്, കരുവാറ്റ. മോളവിടെ വന്നിട്ടുണ്ടോ? സുശീല ചോദിച്ചു. ഉണ്ട്. അവിടെ വെച്ച് ഞാൻ ആൻറ്റിയെ കണ്ടില്ലല്ലോ. ഞാനിപ്പോൾ കരുവാറ്റയിലല്ല മോളെ താമസം, അമ്പലപ്പുഴയാണ്. അതെയോ? സൂരജ് ഡോക്ടറുടെ വീടും അമ്പലപ്പുഴയിലാണ്. ആൻറ്റിക്കറിയാമോ സൂരജ് ഡോക്ടറെ? അറിയാം. മോൾക്ക് എങ്ങനെ ഡോക്ടറെ പരിചയം? സുശീല വെറുതെ ചോദിച്ചു. എനിക്കൊരു കാർ ആക്സിഡൻ്റ് ഉണ്ടായപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുപോയത്. ഡോക്ടർ സൂരജായിരുന്നു അന്ന് കാഷ്വാലിറ്റിയിൽ ഡ്യൂട്ടി. ഡോക്ടർ ഇല്ലായിരുന്നെങ്കിൽ ഞാനിന്ന് ബെഡിലായിരുന്നേനെ. അല്ലെങ്കിൽ നടക്കാൻ വാൾക്കറോ കൃത്രിമക്കാലോ അങ്ങനെ എന്തെങ്കിലും വേണ്ടി വന്നേനെ, മനീഷ പറഞ്ഞു. അപ്പം മെഡിക്കൽ ഡോക്ടറാണ് സൂരജ് അല്ലേ? ഉള്ളിലെ സന്തോഷം പുറത്ത് കാണിക്കാതെ സുശീല പറഞ്ഞു. അതെ അതെ ആൻറ്റി, എൻ്റെ രക്ഷകനാണ്. ഇടയ്ക്കൊക്കെ സൂരജ് ഡോക്ടർ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്, എൻ്റെ ബർത്ത്ഡേക്കൊക്കെ. പെട്ടെന്നാണ് സുശീല ഒരു കാര്യം ഓർത്തത്. മോൾ ആരുടെ കൂടെയാണ് ഇവിടെ വന്നത്? സുരഭി ആൻറ്റിയുടെയും ഗാഥ ചേച്ചിയുടെയും കൂടെ. എന്നിട്ട് അവരെവിടെ പോയി? വഴിപാട് കൗണ്ടറിൽ രസീതെടുക്കാൻ പോയി. മോൾക്ക് എങ്ങനെയാണ് അവരെ പരിചയം? ഗാഥ ചേച്ചിയും സൂരജ് ഡോക്ടറും ഫ്രണ്ട്സ് അല്ലേ? അവരുടെ ഫ്രണ്ട് എൻ്റെയും ഫ്രണ്ട് തന്നെയല്ലേ? എൻ്റെ ഡാഡിയുടെ കസിനാണ് സേതുമാധവൻ അങ്കിൾ. അങ്കിളിൻ്റെ ക്ലാസ്മേറ്റാണ് സുരഭി ആൻറ്റി. അങ്ങനെയും പരിചയമുണ്ട്. സൂരജ് ഡോക്ടറും ഗാഥ ചേച്ചിയും ഫ്രണ്ട്സാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം അവർ തമ്മിലുള്ള അടുപ്പത്തിൻ്റെ കാര്യം. പക്ഷേ ഗോപീഷ്ണൻ വാക്കുപാലിച്ചു. സൂരജ് സ്വന്തം മകനാണെന്നുള്ള രഹസ്യം ആരോടും ഇതുവരെ പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ സൂരജ് ഡോക്ടറുടെ സിസ്റ്ററാണ് താനെന്ന് മനീഷ സ്വയം പരിചയപ്പെടുത്തുമായിരുന്നല്ലോ. ഗാഥയും അവളുടെ അമ്മയും വരുന്നതിന് മുമ്പ് സ്ഥലം വിടുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ അവരോടും സംസാരിക്കേണ്ടി വരുമെന്ന് അതത്ര സുഖമുള്ള കാര്യമായിരിക്കില്ല. ശരി മോളെ, കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം. കണ്ടത് ഭാഗ്യമാണ്. പക്ഷെ കണ്ട കാര്യം അച്ഛനോട് പറയണ്ട കേട്ടോ. അതെന്താ ആൻറ്റി? അച്ഛനെന്നെ ഓർക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ചിലപ്പോൾ അറിയില്ലെന്നായിരിക്കും പറയുക. എന്തിനാ വെറുതെ? സുശീല പോകാനായി തിരിഞ്ഞപ്പോഴാണ്
അവരുടെ അടുത്തേക്ക് സുരഭിയും ഗാഥയും വന്നത്. അവരുടെ കയ്യിൽ നടക്കി വയ്ക്കാനുള്ള വെള്ളി സർപ്പപ്രതിമകളും മഞ്ഞൾപ്പൊടിയും ചന്ദനത്തിരിയും കർപ്പൂരവും ഒക്കെ ഉണ്ടായിരുന്നു. നൂറും പാലും മഞ്ഞൾ നിറപറയും പാലാഭിഷേകവും ഗോപീകൃഷ്ണൻ്റെ പേരിൽ വഴിപാട് നടത്താനുള്ള രസീതുകളും ഉണ്ടായിരുന്നു. സൂരജിൻ്റെ അമ്മയല്ലേ ഇത്? സുശീലയെ ഗാഥ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. അമ്മയുടെ ഫോട്ടോ സൂരജ് അവളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഗാഥയാണല്ലേ? അവളെ സുശീലയ്ക്ക് മനസ്സിലായി. സുരഭയും ഗാഥയും ഒത്താണ് അമ്പലത്തിൽ വന്നത് എന്ന് മനീഷ പറഞ്ഞിരുന്നുകൊണ്ട് അമ്മയും മകളെയും തിരിച്ചറിയാൻ സുശീലയ്ക്ക് ഒട്ടും പ്രയാസം നേരിട്ടില്ല. ഞാൻ സുരഭി, ഗാഥയുടെ അമ്മ. സുരഭി സ്വയം പുഞ്ചിരിയോടെ പരിചയപ്പെടുത്തി. മനസ്സിലായി, സുശീല സൗഹൃദത്തോടെ പറഞ്ഞു. സർപ്രൈസ് ആയിരിക്കുന്നു. ആൻറ്റി ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇവിടെ. ആഹ്ലാദത്തോടെ ഗാഥ പറഞ്ഞു. മണ്ണാറശാല അമ്പലത്തിലൊന്ന് പോകണമെന്ന് ഇന്നലെ വെറുതെ തോന്നി. എൻ്റെ കൂട്ടുകാരി രജനിയൊത്താണ് ഞാൻ എവിടെയും പോകാറുള്ളത്. ആൾക്ക് പക്ഷേ വരാൻ പറ്റാത്ത ദിവസങ്ങളാണ്. അതുകൊണ്ട് ഞാൻ തനിച്ചിങ്ങ് പോന്നു, സുശീല പറഞ്ഞു. അതൊരു നിമിത്തമാണ് സുശീലെ. നമ്മളിവിടെ വെച്ച് കാണണമെന്ന് ഈശ്വരൻ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. സുശീല തൊഴുതു കഴിഞ്ഞോ? ഇല്ല, ഞാൻ വന്നതേ ഉള്ളൂ. എന്നാൽ നമുക്ക് ഒന്നിച്ച് തൊഴാം. അവർ 4 പേരും കൂടിയാണ് അമ്പലത്തിലേക്ക് കടന്നത്. പ്രിയരെ, നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നമ്മൾ വീണ്ടും കണ്ടുവിട്ടു. 1-2 അധ്യായങ്ങൾ കൊണ്ട് ഈ നോവൽ അവസാനിക്കുകയായി. പുതിയൊരു നോവൽ നിങ്ങളെ കാത്തിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടുത്ത ഭാഗം നാളെ കേൾക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.